വെൽക്കം ടു SABC വിക്ടേഴ്സ് അക്കാഡമി. ഞാൻ ശ്രീദേവി ബാബു. 10ാം ക്ലാസ്സിലെ ഹിന്ദി ബീർബഹുട്ടി എന്ന ലെസനാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ നിർത്തിയത് എവിടെയാണെന്ന് ഓർമ്മ ഉണ്ടാവുമല്ലോ. അതായത് ബീർബഹുട്ടി എന്ന ലെസനിലെ പ്രധാന കഥാപാത്രങ്ങളായ സാഹിലും ബേലയും വളരെ വലിയ അടുത്ത സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞു. അവരുടെ ഓരോ ദിവസത്തെ കാര്യങ്ങളെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു. ഇതിനു ശേഷം അവരിൽ രണ്ടുപേരിലെ സാമ്യത കാണിക്കുന്നതിന് വേണ്ടി ലേഖകൻ അതിലെടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യമാണ് സാഹിലും ബേലയ്ക്കും പറ്റിയ മുറിവുകൾ. ഒരാളുടെ തലയിലാണ് പറ്റിയെങ്കിൽ മറ്റേ കാലിൽ. ഇതൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ. അവിടെ 5ാം ക്ലാസ് വരെ UP സെക്ഷൻ വരെ പഠിപ്പിക്കാൻ പറ്റുന്ന സ്കൂളാണത്. അപ്പോൾ 5ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വേറെ സ്കൂളിലേക്ക് പോകണം. അപ്പോൾ ആ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് അവിടെ വെച്ച് അവർ വേർപിരിഞ്ഞ് പോവാണോ അതോ അവരൊരു സ്കൂളിൽ തന്നെയാണോ പഠിക്കാൻ പോകുന്നത് എന്ന കാര്യത്തെ പറ്റി നമുക്ക് ഈ ലെസണിൽ ഇനി ബാക്കിയുള്ള ഭാഗത്തിലൂടെ നമുക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കാം. എന്നാൽ ക്ലാസ് ആരംഭിക്കാം. 5वीं कक्षा का रिजल्ट आ गया. दोनों छठी में आ गया. यह स्कूल 5वीं तक की था. അങ്ങനെ 5ാം ക്ലാസ്സിലെ 5वीं കക്ഷ എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. ദോനോ ചെടി മേ ആ ഗയ. ചെടി എന്ന് പറഞ്ഞാൽ 6ാം ക്ലാസ്. രണ്ടാളും 6ാം ക്ലാസ്സിലേക്ക് പാസ്സായി. 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. രണ്ടാളും 6ാം ക്ലാസ്സിലേക്ക് പാസ്സായി. യഹു സ്കൂൾ 5वीं തക്ക് ഹിത. ഞാൻ നേരത്തെ ഒരു ആമുഖമായിട്ട് പറഞ്ഞു ഇത് ഒരു UP സ്കൂളാണെന്ന് പറഞ്ഞു. ഇവിടെ 5ാം ക്ലാസ് വരെ പഠിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് അവർക്ക് സ്കൂളിൽ വേറെ സ്കൂളിലേക്ക് പോകണം. അങ്ങനെ 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു. രണ്ടാളും 6ലേക്ക് പാസ്സായി. ഈ സ്കൂളാണെങ്കിൽ 5 വരെ ഉള്ളൂ. 5 തക്ക് എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ് വരെ ഉള്ളൂ. 5 ക്ലാസ് അവിടെ പഠിക്കാൻ സാധിക്കുള്ളൂ. സാഹിൽ അബ് തും കഹാം പഠേങ്കെ ബേലാനെ പൂച്ച. അപ്പൊ ബേല സാഹിലിനോട് ചോദിക്കാണ്, 5ാം ക്ലാസ് വരെ ഇവിടെ പറ്റുള്ളൂ, ഇനി 6ാം ക്ലാസ്സിലേക്ക് വേറെ സ്കൂളിലേക്ക് പോകണം. അപ്പൊ സാഹിൽ എവിടെയാണ് പഠിക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട് ബേല സാഹിലിനോട് ചോദിച്ചു, സാഹിൽ അബ് തും കഹാം പഠേങ്കെ, ഇനി നീ എവിടെയാ പഠിക്കണേ? ഇന്ന് ഇവിടുത്തെ കഴിഞ്ഞല്ലോ, ഇനി നീ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ബേലാനെ പൂച്ച. ബേല ചോദിച്ചു. അവർത്തും കഹാൻ പഠിയെങ്കിൽ ബേല സാഹിലിനെ പൂച്ച. ഇത് നോക്ക്, ശ്രദ്ധിക്കൂ നിങ്ങൾ. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു ബേല ചോദിക്കുന്നത് അത് തന്നെ റിപ്പീറ്റ് ചെയ്യണ പോലെ ചെയ്യുന്നു സാഹിലിന്. ഇവിടെയും അതുപോലെ തന്നെ സംഭവിച്ചേനെ. അതായത് 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് പാസ്സായി സാഹിലും ബേലയും. രണ്ടാളും വേറെ സ്കൂളിലേക്ക് പോകണം, കാരണം അവിടെ 5ാം ക്ലാസ് വരെ ഉള്ളൂ. അപ്പൊ ഇവിടെ സാഹിലിനോട് ബേല ചോദിച്ചു, നീ ഏത് സ്കൂളിലേക്കാ പോണേ പഠിക്കാൻ എന്ന് ചോദിച്ചു. അപ്പൊ അതേ ചോദ്യം തന്നെ ആവർത്തിച്ച് സാഹിലും ബേലയോട് ചോദിക്കാണ്, അവർത്തും കഹാം പഠേങ്കി ബേല, നീ എവിടെയാണ് പഠിക്കുന്നത്? മേരാ പാപ്പ കഹ് രഹേ ഥേ കി തുജെ രാജകീയ കന്യാ പാഠശാലയിൽ പഠേങ്കെ. അവർത്തും സാഹിൽ പറയാണ്, മേരാ പാപ്പ, എന്റെ അച്ഛൻ, കഹ് രഹേ ഥേ പറഞ്ഞല്ലോ, എന്താണ്, കി തുജെ രാജകീയ കന്യാ പാഠശാലയിൽ പഠേങ്കെ, നിന്നെ രാജകീയ കന്യാ പാഠശാല എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് മാത്രം പഠിക്കാവുന്ന സ്കൂളിലാണ് നിന്നെ പഠിപ്പിക്കാൻ പോണേന്ന് എന്റെ അച്ഛൻ പറഞ്ഞുവല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ അവത്തും, അപ്പൊ നീയോ? അപ്പൊ ഇവിടെ എന്തായാലും എവിടെ പഠിപ്പിക്കണേ? രാജകീയ കന്യാ സ്കൂളിലാണ് പഠിപ്പിക്കാൻ പോണേന്ന് അച്ഛൻ പറഞ്ഞതായിട്ട് സാഹിലിന് അറിയാം. അപ്പൊ നീയോ? അപ്പൊ മുജെ അഗലെ സാൽ അജ്മേർ ഭേജ് രേഖ. അപ്പൊ അവിടെ സാഹിൽ പറയാണ്, എന്നെ അടുത്ത വർഷം, അതായത് 6ാം ക്ലാസ്സിലേക്ക് ആവുമ്പോ അജ്മേറിലാണ് പറഞ്ഞയക്കാൻ പോണേ. അജ്മേറിലുള്ള സ്കൂളിലാണ് എന്നെ പഠിപ്പിക്കാൻ പോണേ. വഹാം ഏക് ഹോസ്റ്റൽ ഹേ, ഘർ സെ ദൂർ വഹാ അകേല രഹുങ്ക. അവിടെ ഒരു ഹോസ്റ്റൽ ഉണ്ട്, വീട്ടിൽ നിന്നും. വഹാം, അവിടെ അകേല രഹുങ്ക, ഒറ്റയ്ക്ക് പോയി താമസിക്കും. അപ്പൊ വീട്ടിൽ നിന്നും കുറച്ച് അകലെയാണ് സ്കൂള്. അതുകൊണ്ട് എന്ത് ചെയ്യും, എന്നെ അവിടെ ആ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കാൻ പോണേ. അതുകൊണ്ട് അടുത്ത വർഷം ഞാൻ അജ്മേറിലുള്ള ഒരു ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കാൻ പോകുന്നതെന്ന് സാഹിലിനെ സാഹിൽ പറഞ്ഞു. ബേല എവിടെയാ പഠിക്കാൻ പോണെന്ന് പറഞ്ഞത്? ബേലയല്ല പറയണേ ഇവിടെ സാഹിൽ പറഞ്ഞു, നിന്നെ രാജകീയ കന്യാ സ്കൂൾ മേ പാഠശാലാമേ പഠായേങ്ക. അതല്ലേ ഇവിടെ സാഹിലിന് അച്ഛൻ പറഞ്ഞ അറിവാണ്. അതുകൊണ്ടാണ് അവൻ പറയണത് നിന്നെ രാജകീയ കന്യാ സ്കൂളിലെ പഠിപ്പിക്കണേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അടുത്ത വർഷം എന്താണ് ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കാൻ ഉദ്ദേശിച്ചത്. അജ്മേറില് വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക്, വീട്ടിൽ നിന്ന് പോയി വരാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവിടുത്തെ ഹോസ്റ്റലിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നതെന്ന് സാഹിലും പറഞ്ഞു. ക്യോം സാഹിൽ? അപ്പൊ ബേല ചോദിക്കുക, അതെന്താ, നീ എന്താ ഹോസ്റ്റലിൽ പോയിന്ന് പഠിക്കണേ?
പത നഹിക്കോ. അപ്പൊ സാഹിൽ പറയാൻ അറിയില്ല, എന്താണെന്ന് അറിയില്ല, എന്നെന്താണോ ഹോസ്റ്റലിൽ നിർത്തിയാ പഠിപ്പിക്കാൻ പോണേ, അത് എന്താണെന്ന് എനിക്ക് അറിയില്ല. तो यानी कि अब तुम फुलेरा में ही नहीं रहेंगे. അപ്പൊ ബേല ചോദിക്കണേ, അവിടെ ബേലയുടെ ദുഃഖം വിഷമം എല്ലാം അവിടെ നമുക്ക് കാണാൻ പറ്റും. तो यानी कि अब तुम फुलेरा में ही नहीं रहेंगे. അവരുടെ ഗ്രാമമാണ് ഫുലേര അല്ലെ. അപ്പൊ ഫുലേലയിൽ നിന്ന് നീ പഠിക്കുന്നില്ലേ, നീ ഇങ്ങനെ സ്കൂൾ മാറി പോകുമ്പോ ഹോസ്റ്റലിൽ നിന്ന് പോവാൻ ഉദ്ദേശിച്ചല്ലോ. അപ്പൊ പിന്നെ നീ നിന്നെ ഫുലേര ഗ്രാമത്തിൽ കാണാൻ സാധിക്കില്ലേ, അപ്പൊ ഫുലേരയിൽ നീ ഉണ്ടാവില്ലേ. നഹി തുമാര റിപ്പോർട്ട് കാർഡ് ദിക്കാനാ. സാഹിൽ പറഞ്ഞു, ഇല്ല ഞാനിനി ഇവിടെ ഉണ്ടാവില്ല, കാരണം എന്താ ഹോസ്റ്റലിൽ നിന്നാ പഠിക്കണേന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാനിവിടെ ഉണ്ടാവില്ല. ഇത് പറഞ്ഞുകൊണ്ട് സാഹിൽ അവളോട് അവളുടെ റിപ്പോർട്ട് കാർഡ് എന്ന് പറഞ്ഞാൽ മാർക്ക് ലിസ്റ്റ് ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. സാഹിൽ ബേല കാ റിപ്പോർട്ട് കാർഡ് ദേഖാ രഹാ താ ഔർ ബേല സാഹിൽ കാ. സാഹില് ബേലയുടെ റിപ്പോർട്ട് കാർഡ് മേടിച്ചു നോക്കി. അപ്പൊ എന്താ ഉണ്ടാവും അവിടെ, സാഹിൽ മേടിച്ചു നോക്കി. അപ്പൊ തികച്ചും അല്ലെ അവിടെ നടക്കാവുന്ന ഒരു സംഭവമാണ്. ബേല സാഹിലിന്റെയും റിപ്പോർട്ട് കാർഡ് വാങ്ങിച്ച് നോക്കി. ആജ് ആഖിരി ബാരി മേ ഏക് ദൂസരെ കി കോയി ചീസ് കി ചുരുക്കർ ദേഖ് രഹേ ദേ. അങ്ങനെ അന്ന് ആഖിരി ബാരി എന്ന് പറഞ്ഞാൽ അവസാന വട്ടം, അന്ന് അവസാനമായിട്ട് അവർ ഏക ദൂസരേക്ക് കോയി ചീസ് കോ ചൂക്കർ എന്നാ തൊടുക. അതായത് ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാളും പരസ്പരം റിപ്പോർട്ട് കാർഡ് മേടിച്ച് നോക്കിന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ലേഖം പറയണേ അന്ന് അത് അവസാനമായിട്ടാണെന്ന് പറയണേ. രണ്ടുപേരും അവര് പരസ്പരം എന്തെങ്കിലും ഒരു വസ്തുക്കളെ തൊടുന്നുണ്ടെങ്കിൽ അത് അവസാനമായിട്ടാണ്. പിന്നെ അവര് തമ്മില് കാണലും ഒക്കെ കുറവായിരിക്കും. അതുകൊണ്ട് അവർ അവസാന ഘട്ടം എന്ന രീതിയിലായിരുന്നു അന്ന് ആ റിപ്പോർട്ട് കാർഡ് മേടിച്ച് രണ്ടുപേരും പരസ്പരം നോക്കി. തുമാരി ആങ്കേ മേ ആംസു ക്യോം ആ രഹേ ഹേ ബേല. അപ്പൊ സാഹിൽ അവളോട് ചോദിക്കാണ്, ഈ റിപ്പോർട്ട് കാർഡ് നോക്കുവാണ് അവര് രണ്ടാളും. അപ്പൊ സാഹില് ബേലോട് ചോദിക്കാണ്, തുമാരി ആങ്കോ മേ ആംസു ക്യോം ആ രഹേ ഹേ ബേല. ഏ ബേല തുമാരി ആങ്കോ മേ ക്യോം ആംസു ആ രഹേ ഹോ. എന്തുകൊണ്ടാ നിന്റെ കണ്ണിൽ, ആംസു എന്താണ് കണ്ണുനീര്, നിന്റെ കണ്ണിൽ എന്താ ഇങ്ങനെ കണ്ണുനീര് വരുന്നത്, നിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ബേലോട് ആര് ചോദിച്ചു, സാഹിൽ ചോദിച്ചു. मुझे क्या पता, बेला ने डबल बाई आंखों से हंसते हुए कहा. मुझे क्या पता, എനിക്കറിയാം. ബേലാനെ ഡബൽ ബായി ആങ്കോം സേ, അതായത് നിറഞ്ഞ കണ്ണുകൾ ഇങ്ങനെ ചിമ്മിക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഹസ്തേ ഹുയെ കഹ, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ എനിക്കറിയില്ല, എന്റെ കണ്ണൊന്നും നിറഞ്ഞിട്ടില്ല എന്ന ഭാവത്തിലാണ്. തുമാരി ആങ്കോമേ തുമാരി ആങ്കോമേ ആംസു ക്യോ മാരേ ഹേ ബേല. നിന്റെ കണ്ണിൽ കണ്ണുനീര് വന്നിട്ടുണ്ടല്ലോ, എന്തുകൊണ്ടത്, എന്താ ബേല നിന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത്? ആരെ ചോദിച്ചത് ഇവിടെ? ബേലോട് സാഹിൽ ചോദിച്ചു. മുझे क्या पता, बेला ने डबडाई आंखों से हंसते हुए कहा. എന്താണ് അപ്പൊ ബേല പറഞ്ഞത്? എനിക്കിങ്ങനെ അറിയാം. അവള് എന്താണ് ഡബൽ ബായി എന്ന് പറഞ്ഞാല്, അതായത് എന്താ പറയാ, കണ്ണ് നിറഞ്ഞു വന്നു, അതൊന്ന് മറയ്ക്കാവുന്ന പോലെ, അതായത് കണ്ണ് ചിമ്മിക്കൊണ്ട് അവള് ചിരിച്ചുകൊണ്ട് ആരോട് ചോദിച്ചു? സാഹിലിനോട് ചോദിച്ചു. साहिल की आंखों बीर बहुटी की तरह लाल होने लगी थी और उनमें बारिश की बूंदों सा पानी भर गया था. ഈ സമയത്ത് സാഹിൽ की आंखों, സാഹിലിന്റെ കണ്ണുകളില് ബീർ ബഹുട്ടി की तरह लाल होने लगी थी, ബീർ ബഹുട്ടിയുടെ പോലെ ചുവന്നിരുന്നു. ബീർ ബഹുട്ടി की तरह लाल होने लगी थी. സാഹിൽ की आंखों, സാഹിലിന്റെ കണ്ണുകൾ ബീർ ബഹുട്ടി की तरह, ബീർ ബഹുട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ കഥയുടെ ആരംഭത്തില്, നമ്മുടെ കഥയുടെ പേര് തന്നെ ബീർ ബഹുട്ടി എന്നാണ്. ബീർ ബഹുട്ടി എന്ന് പറഞ്ഞാൽ വളരെ ചുവന്ന് തുടുത്ത് വളരെ മനോഹരമായ ഒരു ചെറിയ പ്രാണിയാണെന്ന് പറഞ്ഞു. ആ ബീർ ബഹുട്ടിയുടെ പോലെ ലാൽ ഹോനെ ലഗീതി, ചുവന്നിരുന്നിരുന്നു അവരുടെ കണ്ണുകള്, സാഹിലിന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. और उनमें बारिश की बूंदों सा पानी भर गया था. അതുകൂടാതെ ആ അവളുടെ കണ്ണുകളില് ബാരിഷ് കി ബൂന്ദ എന്ന് പറഞ്ഞാല് മഴവെള്ളം പോലെ, അതായത് മഴത്തുള്ളി പോലെ, തുള്ളി ബൂന്ദേ തുള്ളി, പാനി ഭർ ഗയാ താ, വെള്ളം നിറഞ്ഞിരുന്നു. ആ കണ്ണുകളില് മഴത്തുള്ളി പോലെ എന്തുണ്ടായിരുന്നു? വെള്ളം നിറഞ്ഞിരുന്നു. ബേല കഹ്നെ ലഗി, ബേല പറയാൻ തുടങ്ങി. മേ ചിടാവും ആപത്തുമേ, ഞാൻ നിന്നിപ്പോ ദേഷ്യപ്പെടുത്തും.
രോനി സൂരത്ത് സാഹിൽ, രോനി സൂരത്ത് സാഹിൽ. അവൾ കളിയാക്കാണ്. ദേ സൂരത്ത് സാഹിൽ കരയണു, അയ്യേ ദേ സാഹിൽ കരയണു എന്ന് പറഞ്ഞുകൊണ്ട് ബേല ഇവിടെ അവളെ കളിയാക്കുന്നു. ഇത്ര ഉള്ളൂ ഇത്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്, സാഹിലിന്റെ കണ്ണുകൾ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ ബീർബകുട്ടിയെ പോലെ ചുവന്നിരുന്നു, അതിൽ മഴത്തുള്ളികൾ പോലെ കണ്ണുനീർ തുളുമ്പി നിന്നു, അതായത് കണ്ണിലിങ്ങനെ കണ്ണുനീര് നിറഞ്ഞു നിന്നു. ബേല അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോ സാഹിലിനോട് പറയണ, അയ്യേ സാഹില, ഞാൻ നിന്നെ ദേഷ്യപ്പെടുത്തട്ടെ, എന്താ ചിടാവൂന്ന് പറഞ്ഞാൽ എന്താ ദേഷ്യപ്പെടുത്തുക, അതായത് നിന്നെ ഞാൻ ദേഷ്യപ്പെടുത്തട്ടെ, എങ്ങനെ നിന്റെ കണ്ണുകൾ ദേ സാഹിൽ കരയാൻ പോകുന്നേ, ദേ സാഹിൽ കരയുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബേല ആരെ കളിയാക്കി, സാഹിലിനെ കളിയാക്കി. അവിടെ കാണിക്കുന്ന ഭാവങ്ങൾ എന്താണ്, അതായത് രണ്ടാളുടെയും വേർപാടിന്റെ വിഷമങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിക്കാതെ നോക്കണം അവര്, പക്ഷെ അവർക്കത് തടഞ്ഞു നിർത്താൻ സാധിക്കുന്നില്ല. അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാരിഷോ മാനിയമേ ടേഡ് മഹീന ബാക്കിത, മഴ വരാൻ, അതായത് മഴക്കാലം വരാൻ ഇനിയും ടേഡ് മഹീന എന്ന് പറഞ്ഞൊരു 6 മാസത്തോളം ഉണ്ട്, 6 മാസം കൂടി ഉണ്ട് മഴ വരാൻ. ലേക്കിൻ യഹ് ബാരിഷ് സെ പഹലെ കി ബാരിഷ് കാ ഏക് ദിൻ, എന്നാൽ ഇവിടെ ഇതവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. ലേക്കിൻ യഹ് ബാരിഷോം സെ പഹലെ ഹി ബാരിഷ്, അതായത് മഴയ്ക്ക് മുമ്പുള്ള മഴ ഒരു ദിവസമാണ്, അതായത് മഴയ്ക്ക് മുമ്പുള്ള ഒരു മഴ ദിവസമായിരുന്നു ഇത്. ഏത് സാഹിലും ബേലയുടെയും ഒന്നിച്ച് കണ്ട് പിരിയുന്ന അവസ്ഥ, അത് രണ്ടുപേരുടെയും ദുഃഖം, അവരുടെ കണ്ണുകളിൽ നിന്ന് വരുന്ന കണ്ണുനീര്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് മഴയ്ക്ക് മുമ്പ് ഉള്ള മഴ ദിവസം എന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ ആ ദുഃഖം, ആ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരിനെയാണ് ഇവിടെ ലേഖകൻ മഴയ്ക്ക് മുമ്പുള്ള മഴ ദിവസം എന്ന് പറയുന്നത്. ആസ്മാൻ മേ ഘടായം ഗഡിതി ധൂൽ കി തേജ് ഹവായ ചലഹിരി, ആകാശത്ത് എന്താണ് മേഘങ്ങൾ നിറഞ്ഞിരുന്നു അല്ലെ, അതുപോലെ ധൂൽ ഭരി തേജ് ഹവായ ചലിതം, പൊടിപടലങ്ങൾ നിറഞ്ഞ, ധൂൽ എന്ന് പറഞ്ഞ പൊടിപടലങ്ങൾ നിറഞ്ഞ എന്താ ഹവ, കാറ്റ് വീശിയിരുന്നു. പാനി ബറസ് രഹാദ, മഴ പെയ്യുന്നു. ഫുലേര കബ്സെ കി ബാദൽ ഛായി ഏക് ഗലി മേ പാഞ്ചവി സെ ചടി മേ ചലി ഗയി ഏക് ലഡ്കി ജാ രഹി ഥി. സമയം കാലങ്ങൾ എന്താ പറയാ മാസങ്ങൾ കഴിഞ്ഞു. വീണ്ടും ലേഖകൻ പറയാണ്, ആകാശത്ത് മേഘങ്ങൾ നിറഞ്ഞു. ധൂൽബരി തേജ് ഹവായെ ചൽ രഹി ഥി, പൊടി നിറഞ്ഞ കാറ്റ് ശക്തിയിൽ തേജ് വേഗത്തില് വീശി. പാനി ബറസ് രഹാദ, പാനി ബറസ് രഹാദ എന്ന് പറഞ്ഞാൽ മഴ പെയ്തുകൊണ്ടിരുന്നു. ഫുലേര കബ്സെക്കി ബാദൽ ഛായി ഏക് ഗലിമേ, ഫുലേര ഗ്രാമത്തിലെ മേഘങ്ങൾ നിറഞ്ഞ, അതായത് മേഘങ്ങൾ നിഴലിച്ച ഒരു തെരുവീതി, അവിടെ പാഞ്ചവീസെ ചടിമേ ചലി ഗയി ഏക്ക് ലടുക്കി, 5ാം ക്ലാസ്സിൽ നിന്നും 6ാം ക്ലാസ്സിലേക്ക് പാസ്സായ ഒരു പെൺകുട്ടി, അതാണ് പാഞ്ചവീസെ ചടിമേ ചലി ഗയി ഏക്ക് ലടുക്കി എന്ന് പറഞ്ഞാല് 5ൽ നിന്നും 6ലേക്ക് പാസ്സായ ഒരു പെൺകുട്ടി. സ്വാഭാവികമായിട്ട് അത് ബേലയായിരിക്കണം അല്ലെ. ജാരഹിതി, പോയിക്കൊണ്ടിരിക്കുകയാണ്. മേഘാവൃതമായ ആകാശം, പൊടിപടലങ്ങൾ നിറഞ്ഞ ചെറിയ കാറ്റ് വീശുന്നു, അങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആ ഫുലേര ഗ്രാമത്തിന്റെ തെരുവിലൂടെ, വഴിയോരത്തുകൂടെ 5ൽ നിന്നും 6ാം ക്ലാസ്സിലേക്ക് പാസ്സായ ഒരു പെൺകുട്ടി നടന്നു പോകുന്നു. उसके भूरे बाल बीर बहुटियों के रंग के लाल रिबन से बांध दे, അവളുടെ മുടി മുഴുവനും, ഭൂരെ ബാൽ എന്ന് പറഞ്ഞാൽ മുടി, പൂർണ്ണമായി മുടി എന്താ ചെയ്യണേ, ബീർ ബഹുട്ടിയോം കെ രംഗ് കെ ലാൽ, അതായത് ബീർ ബഹുട്ടിയെ പോലെ ചുവന്ന നിറത്തിലുള്ള റിബൺ കൊണ്ട് കെട്ടിയിരുന്നു. ബന്ധുദേ എന്ന് പറഞ്ഞാൽ കെട്ടിയിരുന്നു, അതായത് അവളുടെ മുടിയില് ബീർ ബഹുട്ടിയുടെ നിറത്തിലുള്ള ഒരു ചുവന്ന റിബൺ കെട്ടിയിരുന്നു. दूसरी दिशा को जाती एक गली में 5वीं से चढ़ी में गया एक 11 साल का लड़का जा रहा था. दूसरी ദിശ, വേറൊരു വഴിയില്, വേറൊരു ദിശയില് എന്താണ് ഉണ്ടായത്, വേറൊരു ദിശയില് ഏക് ഗലിമേ, ഇതുപോലെ തന്നെ ഒരു തെരുവ് വഴിയില് 5ാം ക്ലാസ്സിൽ നിന്നും 6ലേക്ക് പാസ്സായ ഏക് ലടുക്ക ജാ രഹാ ഥാ, ഒരു ആൺകുട്ടിയും പോയിക്കൊണ്ടിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഇത്ര എടുത്ത കാര്യങ്ങളിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലായത്, അതായത് നമ്മുടെ ബേലയും സാഹിലും രണ്ടാളും 2 സ്കൂളിലേക്കും പോയി അല്ലെ. ഇവിടെ ലേഖകൻ നമ്മൾക്ക് മനസ്സിലാകുന്ന വിധത്തില്, അതായത് കഥയുടെ എന്താ പറയാ, കഥ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറയാണ്, ആകാശം മേഘാവൃതമായിരിക്കുന്നു, പൊടി നിറഞ്ഞ അന്തരീക്ഷം, മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഈ അവസ്ഥയില് ഫുലേര ഗ്രാമത്തിലെ ഒരു വഴിയിലൂടെ 5ൽ നിന്നും 6ാം ക്ലാസ്സിലേക്ക് പാസ്സായ ഒരു പെൺകുട്ടി നടന്നു പോകുന്നു. അവളുടെ മുടി
ചുവന്ന നിറത്തിലുള്ള, അതായത് ബീർബഹുട്ടിയുടെ നിറത്തിലുള്ള ഒരു റിബൺ കൊണ്ട് കെട്ടിയിരിക്കുന്നു. ഇതേ സമയത്ത് തന്നെ വേറൊരു ദിശയിലെ, വേറൊരു വഴിയിലെ ഇതുപോലെ തന്നെ ഒരു ആൺകുട്ടി, 5ൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് പാസ്സായ ഒരു ആൺകുട്ടി നടന്നു പോകുന്നു. इसकी पिडली में बीरबहुटी के रंग का सा 1 इंच लंबा चौड़ का निशान था. അവന്റെ കാൽവെണ്ണയില്, അതായത് അവന്റെ കാലിന്റെ കണയില്, കാലിൽ എന്താണ് കണ്ടിരുന്നത്? ബീർബഹുട്ടിയുടെ നിറത്തിലുള്ള 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു മുറിവും കാണപ്പെട്ടു. അപ്പൊ എന്താണ് ഇവിടെ ഉണ്ടായി നോക്കൂ. എന്താ നമ്മൾ ഈ കഥയിൽ നിന്ന് ഇപ്പൊ എന്താ ഇത്ര നേരം നമ്മൾ ക്ലാസ്സിൽ തരുന്നത്? നമുക്ക് എന്താ മനസ്സിലായേ? സാഹിലും ബേലയും പിരിയാൻ പറ്റാത്ത കൂട്ടുകാരായിരുന്നു. പക്ഷെ 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് പാസ്സായ അവർക്ക് തീർച്ചയായിട്ടും ആ സ്കൂളിൽ ഇനി 6ാം ക്ലാസ്സിൽ തുടർന്ന് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് രണ്ടാൾക്കും 2 ദിശയിലേക്ക് പോകേണ്ട അവസ്ഥ വന്നു. അപ്പൊ അത് കാരണം ബേലയെ രാജകീയ കന്യാ പാഠശാലയിലും നമ്മുടെ സാഹിലിനെ അകലെയുള്ള ഒരു ഹോസ്റ്റലിൽ നിർത്തിയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അവർ രണ്ടുപേരും സ്കൂൾ തുറന്നു. അവരുടെ ദുഃഖം നമ്മൾ ഈ ലേഖകൻ ഈ കഥയിൽ പറയുന്നുണ്ട്, മഴയ്ക്ക് മുമ്പുള്ള ഒരു മഴ ദിവസമായിരുന്നു എന്ന് പറഞ്ഞത്. എന്താണത് അങ്ങനെ പറയാൻ കാരണം എന്താ? അതായത് രണ്ടുപേരും വേർപിരിഞ്ഞ് പോവാണ്. രണ്ടാളും 2 സ്കൂളിലേക്ക് പോവാണ്, 2 ജീവിത സാഹചര്യങ്ങളിലേക്ക് പോവാണ് അവര്. അപ്പൊ ആ സമയത്തുണ്ടായ അവരുടെ മനസ്സിലുണ്ടായ വിഷമമാണ് കണ്ണുകളില് ബീർബഹുട്ടിയുടെ നിറത്തില് സാഹിലിന്റെ കണ്ണുകൾ നിറയാനും, അതുപോലെ തന്നെ ബേലയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാനും ഒക്കെ ഉണ്ടായ അവസ്ഥ. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ അങ്ങനെ രണ്ടുപേരും വളരെ വിഷമത്തോടു കൂടി വേർപിരിഞ്ഞു. പിന്നീട് അവർ രണ്ടുപേരും 2 സ്ഥലങ്ങളിലായിട്ട് പഠിക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ ലേഖനയുടെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അതായത് മഴക്കാലം ആണ്, രണ്ടുപേരും 2 സ്കൂളിലേക്ക് പോകുന്നു. അവിടെ ബേല പോകുന്നു. ബേലയുടെ തലയിലായിരുന്നു ബീർബഹുട്ടിയുടെ നിറത്തിലുള്ള ചുവന്ന റിബൺ കെട്ടിയിരുന്നെങ്കിൽ സാഹിലിന്റെ കാലില് ഒരിക്കലും മായ്ക്കാൻ പറ്റാത്ത വിധത്തില് 1 ഇഞ്ച് നീളത്തില് ഒരു മുറിവുണ്ടായിരുന്നു. അതിനും എന്തിന്റെ നിറമായിരുന്നു? ബീർബഹുട്ടി. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് ഈ ബീർബഹുട്ടി എന്ന് നമ്മൾ കഥയിൽ തുടക്കം തന്നെ പറഞ്ഞു. ഈ ബീർബഹുട്ടിനെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നതല്ല, മഴക്കാലം ആവുമ്പോൾ കാണാൻ പറ്റുന്ന ജീവിയാണ്. അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രാണിയായിരുന്നു ആ ബീർബഹുട്ടി. അതുകൊണ്ടാണ് അവരുടെ ഓരോ പ്രവൃത്തിയിലും ആ ബീർബഹുട്ടിയെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വിധത്തില് ലേഖകൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബീർബഹുട്ടിയുടെ നിറത്തിലുള്ള കണ്ണുകള്, ബീർബഹുട്ടിയുടെ നിറത്തിലുള്ള റിബൺ, അല്ലെങ്കിൽ ബീർബഹുട്ടിയുടെ നിറത്തിലുള്ള മുറിവ് എന്നൊക്കെ പറയാൻ കാരണം. അങ്ങനെ നമുക്കിപ്പോൾ ഈ ലെസൺ എടുത്ത് കഴിഞ്ഞേക്കാണ് നിങ്ങൾക്ക് ഈ ലെസൺ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ചെറിയ അപ്പോൾ നമ്മളിപ്പോൾ ഈ ലെസൺ എടുത്തു കഴിഞ്ഞു. ബീർബഹുട്ടി എന്ന് പറഞ്ഞ കഥ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി ഞാനത് ആവർത്തിച്ച് നിങ്ങളെ മുഷിപ്പിക്കാൻ നോക്കുന്നില്ല. അടുത്ത ക്ലാസ്സിൽ നാളെ എടുക്കുമ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ള ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുള്ള കുറച്ച് വർക്കുകളുണ്ട്. അതിനെപ്പറ്റി നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ എന്തൊക്കെയാ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു 3-4 ക്വസ്റ്റ്യനുകളുണ്ട്. ഇത് കൂടാതെ ഞാൻ പറഞ്ഞു എന്താണ് റിപ്പോർട്ട് പട്കഥ തയ്യാറാക്കാൻ ഉണ്ടാവും. ഒരു 2-3 പട്കഥ. ഇപ്പോൾ തുടക്കത്തിൽ ഒരു പട്കഥയുടെ കാര്യം നമ്മൾ പറഞ്ഞു. അതുകൂടാതെ അവരുടെ റിസൾട്ട് വന്നിട്ട് 2 പേരും 2 സ്കൂളിലേക്ക് പോകുമ്പോൾ അവരുടെ ആ വേർപിരിയല് അങ്ങനെ ഒരു ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തു നിന്നും ഇതുപോലെ തന്നെ ഒരു പട്കഥ ഉണ്ടാക്കാൻ വരാം. അതുകൂടാതെ ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള 3-4 ക്വസ്റ്റ്യനുകളുണ്ട്. അതെന്താണെന്ന് നോക്കണം. ഇതുകൂടാതെ വീണ്ടും നമ്മൾ നേരത്തെ തന്നെ കണക്ക് മാഷിന്റെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള ഒരു ഡയറി എഴുതാൻ ബേല എഴുതുന്ന ഒരു ഡയറിയുടെ കാര്യം പറഞ്ഞു. ഇനി ഇത് കൂടാതെ ഇവർ 2 പേര് വേർപിരിഞ്ഞ് 2 സ്കൂളിലേക്ക് പോകുന്ന അവസ്ഥയില് അന്ന് വേർപിരിഞ്ഞ ദിവസത്തെ ഒരു ഡയറി 2 പേര് എഴുതുന്നതായിട്ട് നമുക്ക് കാണിക്കാം. പിന്നെ എന്താണ് 2 സ്കൂളിൽ പോയി. 2 സ്കൂളിൽ പോയി കഴിയുമ്പോൾ അല്ലേ പരസ്പരം കാണാൻ പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? സുഹൃത്തുക്കളാണ്. അപ്പോൾ അവര് എഴുതി വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ടാവണം. അപ്പം അങ്ങനെ ഒരു ലെറ്റർ എഴുതുന്ന ഇതായിട്ടും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചോദിക്കാം. അപ്പം ഇതെല്ലാം നമുക്ക് നാളത്തെ ക്ലാസ്സിൽ നോക്കേണ്ടതാണ്. അപ്പോൾ അത് എല്ലാവരും ഇന്ന് തന്നെ ടെക്സ്റ്റ് വായിച്ച് നോക്കിയിട്ട് വരാവുന്ന ക്വസ്റ്റ്യനുകളൊക്കെ ഒന്ന് പോയിന്റ് ചെയ്ത് വയ്ക്കാം. നാളെ നമുക്ക് അതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ വീണ്ടും കാണാം. ഗുഡ് ബൈ.